ധീരനും സ്വതന്ത്രനും സർവോപരി സർഗാത്മകരുമായ മനുഷ്യശേഷു 60-70 വർഷം കൊണ്ട് ഭീരുവും പരതന്ത്രനുമായി തീർന്ന് സ്വന്തം സൃഷ്ടിപരത വംശവൃദ്ധിക്ക് വേണ്ടി മാത്രം ചെലവിട്ട് ഒടുവിൽ വൃദ്ധവേഷം കെട്ടിയ വലിയൊരു കുട്ടിയായി മരിച്ചു പോകുന്നതിനെയാണ് മനുഷ്യജീവിതം എന്ന് പറയുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവളെ, മനുഷ്യനായി പിറന്നതിൽ എനിക്ക് അഭിമാനിക്കാവുന്നതാണ്. സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യനൊരാമുഖത്തിൽ ജിതേന്ദ്രൻ ആത്മരേക്ക് അയക്കുന്ന കത്തുകളിലൊന്നിൽ ഇങ്ങനെ കുറിച്ചിടുകയാണ്: മനുഷ്യനെന്ന ബൃഹത്തായ പദത്തെ സംശീകരിച്ചുകൊണ്ട് കൈയടക്കമുള്ള ഒരു ഭാഷയിൽ സുഭാഷ് ചന്ദ്രൻ എഴുതി വെച്ചപ്പോൾ അത് മനുഷ്യന് ഒരു ആമുഖമായി മാറി. പൂർണ്ണ വളർച്ചയെത്തും മുമ്പ് മരിച്ചു പോകുന്ന ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ഈ നോവൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ ഭാഗങ്ങളിലൂടെ ഒരു മനുഷ്യായുസ് പോലെ സഞ്ചരിക്കുന്നു. ജീവിതത്തിന്റെ സുഖഭോഗങ്ങളിൽപ്പെട്ട് തന്നിൽ അന്തർലീനമായ കഴിവുകളും ശേഷികളും വഴിയിൽ നഷ്ടപ്പെട്ട് ഒടുവിൽ ഒരു സാധാരണക്കാരനായി മരിച്ചു പോകുന്ന ഇതിലെ മുഖ്യ കഥാപാത്രമായ ജിതേന്ദ്രൻ ഒരുപാട് മനുഷ്യന്മാരെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. മനുഷ്യന് മനുഷ്യനെ അറിയാൻ പുസ്തകത്തെക്കാൾ നല്ല മിത്രമുണ്ട്. അത്തരമൊരു വായനയിൽ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യന് ഒരു ആമുഖം.